എത്രയെത്ര പ്രയാസങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? വ്യത്യസ്ത മേഖലകളിൽ പലതരം ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിതം വല്ലാതെ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലുള്ള പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മിൽ ഓരോരുത്തരും പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാലേ ഈ പ്രയാസങ്ങളൊക്കെ മാറാനായിട്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ മരുന്നുണ്ടത്രേ. അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ വിശുദ്ധമായ കലാമിൽ നമുക്ക് മരുന്നുണ്ട്. ഓരോ പ്രയാസത്തിനും ഓരോരോ മരുന്നുകൾ. 10 സൂറത്തുകൾ നമുക്കൊന്ന് പഠിച്ചാലോ? നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന 10 തരം പ്രയാസങ്ങൾക്ക് 10 മരുന്ന്. ഓരോ പ്രയാസത്തിനും ഓരോ മരുന്ന്. അത് ഹൃദ്യമായി നമ്മൾ ഈ പറയണ രീതിയിൽ നിങ്ങളൊന്ന് ഓതി നോക്കിക്കേ. ജീവിതത്തിലെ പ്രയാസങ്ങളില്ലാതാകും. അത് കടമാകട്ടെ, രോഗമാകട്ടെ, മക്കളില്ലാത്തതാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, നാളെ പാരത്രിക ലോകത്തെ പ്രയാസങ്ങളാകട്ടെ, എല്ലാം നീക്കിക്കളയുന്ന അത്ഭുതം നിറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ 10 സൂറത്തുകൾ നമുക്കൊന്ന് പഠിക്കാം. അത് ഡെയിലി നമ്മൾ ചെറിയ സൂറത്തുകളാണ്, ഡെയിലി നമ്മൾ ഓതി നോക്കണം. നമ്മുടെ ലൈഫിൽ അത് റൊട്ടീനാക്കി മാറ്റണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാം അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങ് തരും. ഏതൊക്കെയാണെന്ന് പഠിക്കണ്ടേ? 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞേ ചിരിയൊന്ന് വിടരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീക്കിത്തന്ന് റാഹത്തായ ജീവിതം അവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തോരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, അല്ലേ? ഈ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാമല്ലോ ഓരോരുത്തരുടെയും സങ്കടങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ. ഇതിൽ നിന്നൊക്കെ നമ്മളെ കൈപിടിക്കുന്ന ഒരു പിടി സൂറത്തുകൾ, 10 ചെറിയ സൂറത്തുകൾ, ഒരു 10 സൂറത്തുകൾ. അത് എന്ത് പ്രയാസത്തിനുള്ളതാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അങ്ങനെ 10 തരം പ്രയാസങ്ങൾക്ക് 10 അത്ഭുത സൂറത്തുകൾ. ഇത് നമ്മുടെ ജീവിതത്തിലൊന്ന് പഠിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും ഒന്ന് ഓതി നോക്കിയേ, നമ്മുടെ ജീവിതം ഇങ്ങനെ മാറി മറിയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. കരുണക്കടലായ റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ആദ്യം തന്നെ പറയാനുള്ളത് വിശുദ്ധ ഖുർആനിലെ അതിമനോഹരമായൊരു സൂറത്ത്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായാലുള്ള അവസ്ഥ എന്താണ്? അള്ളാഹിൻ്റെ കോപം വാങ്ങിക്കുന്നവരാണ് നമ്മളെങ്കിൽ എത്രമാത്രം അപകടകരാണത്. ദുനിയാവിലും പ്രശ്നമാണ്, ആഖിറത്തിൽ അതിലേറെ പ്രശ്നമാണ്. ജീവിതത്തിൽ വല്ല സമാധാനം ഉണ്ടാവുമോ? ഒരു സമാധാനവും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹിൻ്റെ കോപത്തിൽ നിന്ന് നമ്മെ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്നൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫത്ഹ്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയമാണ്, അല്ലേ? സൂറത്തുൽ ഫത്ഹ്. ആ സൂറത്തുൽ ഫത്ഹ് ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അവനിങ്ങനെ രക്ഷപ്പെടും, അല്ലേ? നമ്മൾ പലപ്പോഴും നന്ദി കെട്ടവരായി പോകുന്നുണ്ടോ? അള്ള തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇപ്പോൾ നമ്മൾ രാവിലെ ഉറക്കെഴുന്നേൽക്കുമ്പോൾ എന്താ നമ്മൾ ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അവിടെ അൽഹംദുലില്ലാ, പടച്ചോനെ ഒരു മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച അല്ലാഹ്, നിനക്കാണ് പടച്ചോനെ സർവ്വസ്തുതിയും, അല്ലേ? അങ്ങനെ അള്ളാഹുവിന് സ്തുതി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്തുതി പറഞ്ഞതിന് സ്തുതി, അങ്ങനെ സ്തുതിച്ചങ്ങ് പോവുള്ളൂ. ലാസ്റ്റ് ഈ ജീവിതം മുഴുവൻ അള്ളാഹ്ക്ക് സ്തുതി പറയാൻ വേണ്ടി മാറ്റി വെക്കേണ്ടി വരും, അല്ലേ? നമ്മുടെ കഴിവില്ലായ്മ സമ്മതിച്ചു കൊടുക്കലല്ലാതെ വേറെ വഴിയില്ല. പടച്ചോനെ നിന്നെ സ്തുതിക്കാൻ തുടങ്ങിയാൽ തീർക്കാൻ കഴിയില്ലല്ലാ എന്ന് സമ്മതിക്കലല്ലാതെ വേറെ വഴിയില്ല. ഇപ്പം നമ്മൾ ഈ സ്വബാഹുൽ ഖൈർ എന്ന് പറയുന്ന സദസ്സ് അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങിയിട്ട് എത്ര പേർക്കാണ് ഭാഗ്യമുണ്ടായത്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ, കാസർഗോഡുകാരനായ ഒരു സഹോദരൻ, അദ്ദേഹം പൊട്ടിക്കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്, ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് 10-15 കൊല്ലമായിരുന്നു, മക്കളില്ലാതെ എവിടെയെല്ലാം കയറി ഇറങ്ങി ഉസ്താദേ, എവിടെയെല്ലാം കയറി ഇറങ്ങി, കയ്യും കണക്കില്ലാത്ത പൈസ കൊണ്ടുപോയി ചിലവാക്കിയിട്ടുണ്ട്, കടം മേടിച്ചും അല്ലാതെയും. എൻ്റെ ബിസിനസ് വരെ പൊളിയാൻ കാരണം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയതാണ്. കാരണം കളിയാക്കലുകൊണ്ട് സഹിക്കാൻ പറ്റണില്ല. എല്ലാവരും കളിയാക്കാൻ. കാരണം ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിയത്. അപ്പോൾ സ്വത്തൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർക്ക് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാവപ്പെട്ടൊരു പെൺകുട്ടിയെ കെട്ടി, അവക്കാണെങ്കിൽ എന്നിൽ കുഞ്ഞുണ്ടാകണില്ല. അപ്പോൾ ആ നിലക്ക് വല്ലാതെ പരിഹസിക്കപ്പെട്ടു, കുത്തുവാക്കുകൾ കേട്ടു. എല്ലാം കേട്ടപ്പോഴും ഞങ്ങൾ പിരിഞ്ഞില്ല കേട്ടോ, ഞങ്ങൾ ചേർത്ത് പിടിച്ച് നിന്നു. അത് വല്ലാത്ത ഭാഗ്യമാണല്ലോ, അല്ലേ? അൽഹംദുലില്ലാ. അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങി അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തു. പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണം
കുഞ്ഞുണ്ടായില്ല, ഞങ്ങളിങ്ങനെ ക്ഷമിച്ചു, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അള്ളാഹ് എന്ത് തന്നാലും ഞങ്ങൾ തൃപ്തരാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വബാഹുൽ ഖൈർ എന്ന് പറയുന്ന സദസ്സിനെ കുറിച്ച് കേൾക്കുന്നത്. യാ റബ്ബി, അന്ന് ഉസ്താദ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണിത്, അന്ന് ഉസ്താദ് പറഞ്ഞല്ലോ അൽഹംദുലില്ലാ എഴുതാൻ. ഞങ്ങൾ ദിനേനെ ഞങ്ങൾക്ക് അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ഓരോന്നിനും അൽഹംദുലില്ലാ, ഓർത്തോർത്ത് അൽഹംദുലില്ലാ പറയാൻ തുടങ്ങി. രാവിലെ സ്വബാഹുൽ ഖൈറിൽ അൽഹംദുലില്ലാ പറഞ്ഞ് കിടക്കുന്നത് വരെ അൽഹംദുലില്ലാ. അൽഹംദുലില്ലയിലായി ഞങ്ങളുടെ ജീവിതം മാറിയപ്പോൾ ഉസ്താദേ, കുറച്ച് നാളുകൾ, വളരെ കുറച്ച് ആഴ്ചകൾ പിന്നിട്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു വൊമിറ്റിംഗ് ടെൻഡൻസി, ശരീരത്തിലൊരു തലകറക്കം ഫീൽ ചെയ്യുന്നത് പോലെ വല്ലാത്തൊരു പ്രയാസം. ഞങ്ങൾക്ക് ഉറപ്പൊന്നും ഉണ്ടായില്ല, എന്നാലും പറഞ്ഞു നമുക്കൊരു ടെസ്റ്റർ വാങ്ങിയിട്ട്, പ്രഗ്നൻസി ടെസ്റ്റർ വാങ്ങിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലാ മതിയാവുക. പോസിറ്റീവായി ഉസ്താദേ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞൊരു സഹോദരൻ. ഹംദ്, അൽഹംദുലില്ലാ എല്ലാത്തിനും മരുന്നാണ്. പക്ഷെ നമ്മൾ അൽഹംദുലില്ലാ പറയാനുണ്ടോ? പടച്ചോനെ സ്തുതിക്കാനുണ്ടോ? നമ്മൾ നന്ദി കെട്ടവരായി പോവല്ലേ? അപ്പോൾ അള്ളാഹിൻ്റെ കോപം നമ്മളിൽ ഇങ്ങനെ ഇറങ്ങല്ലേ അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അൽഹംദുലില്ലാ പതിവാക്കണം. അക്കൂട്ടത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി നോക്കണം. അള്ളാഹുവിന് വളരെയേറെ ഇഷ്ടമാണത്. പടച്ചറബ് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇനി ഇങ്ങനെ ഓതിപ്പോകുന്നവർക്ക് പെട്ടെന്നൊരു ദിവസം മെൻസസായി ഓതാൻ പറ്റണില്ലല്ലോ ഉസ്താദേ, സങ്കടപ്പെടണ്ട. പതിവായി ഓതുന്നവർക്ക് ഇടയ്ക്ക് മെൻസസ് വന്നാലും പടച്ചറബ് എന്ത് ചെയ്യും? ഓതിക്കൊണ്ടിരുന്നതിൻ്റെ കൂലി അങ്ങ് തരും. നമ്മൾ വേണമെന്ന് വെച്ചിട്ട് വന്നതൊന്നുമല്ലല്ലോ അത്, അല്ലേ? ബട്ട് നോ ടെൻഷൻ, അടിപൊളിയാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. രണ്ടാമത്തേത്, അന്ത്യനാളിൽ ദാഹം, ആ ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നൊരു സൂറത്തുണ്ട് അല്ലേ? 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് ഭൂമിയിൽ നിന്ന് സൂര്യൻ സ്ഥിതി ചെയ്യണത്. ഈ ഭൂമിയിലെ ചൂട് എന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റണണ്ട. 15 കോടി കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യൻ്റെ ചൂട് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള സൂര്യനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കരുണക്കടലായ റബ്ബുൽ ആലമീൻ ഉദിപ്പിക്കുന്നൊരു ദിനമുണ്ട്. ദാഹിച്ചു വലഞ്ഞ് കഴുത്തറ്റം വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഭീകരാന്തരീക്ഷം, ഹബീബിൻ്റെ ഹൗദിൻ്റെ കരയിലേക്ക് ഓടിച്ചെല്ലാൻ പോലും പറ്റാത്ത നിമിഷം, ആ ദാഹം കൊണ്ടിങ്ങനെ ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് കൈ തരുന്നൊരു സൂറത്തുണ്ട്, സൂറത്തു യാസീനാണതെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. സൂറത്തു യാസീൻ മനസ്സറിഞ്ഞ് പതിവാക്കിക്കോ. അതായത് യാസീനൊക്കെ ഞങ്ങൾ ഓതനാണ് ഉസ്താദേ. മക്കളെ, നിങ്ങൾ ഓതുന്നതാണ് ശരി, പക്ഷേ ഇനി ഓതുമ്പോൾ ഈ നിയ്യത്ത് വേണം. ഏത് നിയ്യത്ത്? നാളെ മഹ്ശറിൽ എനിക്ക് ദാഹിച്ചു വലയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. യാസീൻ അതിനും കൂടെ വേണ്ടിയിട്ടാണെന്നുള്ള നിയ്യത്ത് ഉണ്ടാവട്ടെ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അങ്ങ് ഓത്. ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന സമയം, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഉമ്മ പോലും തിരിഞ്ഞു നോക്കൂല മക്കളെ. ഉമ്മക്ക് വേണ്ട പിള്ളേരെ. ഉമ്മയുടെ കാര്യം നോക്കി നടക്കുന്ന ഒരു നിമിഷം, വല്ലാത്ത ഭീകരത നിറഞ്ഞ അവസ്ഥ. ആ സമയത്ത് സമാധാനം തരുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. മാത്രമല്ല, സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ, നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതിയാലും അള്ളാഹു അത് നടത്തിത്തരുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. യാസീൻ ഓതുക, ആഗ്രഹങ്ങൾ അള്ളാഹിനോട് പറയാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്ത് പ്രശ്നമായിക്കോട്ടെ, നമ്മളിപ്പോൾ ജീവിതത്തിൽ അസുഖമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കടമുണ്ട്, യാസീൻ ഓതിക്കോ. യാസീൻ മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. അവിടുത്തെ നാവ് കൊണ്ട് മൊഴിഞ്ഞൊരു കാര്യം അത് കളവാകൂലല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എൻ്റെ മുത്തുനബി മൊഴിഞ്ഞതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് മാത്രമാണ്. സൂറത്ത് യാസീൻ എന്താഗ്രഹിച്ചോതിയാലും നടക്കും അത്രേ. ആ ഉറച്ച ബോധ്യത്തിൽ ഓതിക്കൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തേത്, അന്ത്യനാളിലെ ഭയാനതകൾ അല്ലേ? ഭീകരത നിറഞ്ഞ അന്തരീക്ഷം. ഈ ഖബറിൽ നിന്ന് അവിശ്വാസികൾ എണീറ്റു വരുന്ന ഒരു രംഗം യാസീൻ പറയുന്നുണ്ട്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത്? എന്തൊരു ഭീകരത നിറഞ്ഞ അവസ്ഥയാണത്. അവരിങ്ങനെ അലറി വിളിച്ചുകൊണ്ടാണ് വരിക. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ആ ആഖിറത്തിലെ മഹ്ശറിലെ ഭീകരത അല്ലേ, ആ ഭീകരത നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മെ കൈപിടിക്കുന്ന സൂറത്താണ് സൂറത്തു ദുഹാൻ. ആ സൂറത്തു ദുഹാൻ ഡെയിലി ഓതാൻ ശ്രമിക്കുന്ന, ഏതെങ്കിലും ഒരു നേരത്ത് ഓതിയാൽ മതി. ഇതിങ്ങനെ പതിവാക്കാൻ ശ്രമിക്കണം. ആ വിചാരണയുടെ ഭീകരത നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളിങ്ങനെ പറഞ്ഞു, പടച്ചോനെ, നരകായാലും കുഴപ്പമില്ല, സ്വർഗ്ഗായാലും കുഴപ്പമില്ല,
ഞങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കല്ലാ. പക്ഷെ അവർക്കറിയില്ലല്ലോ നരകത്തിൻ്റെ ഭീകരത. ഒന്നുമല്ല നരകവുമായി തുലനം ചെയ്യുമ്പോഴെന്ന് പഠിപ്പിക്കുന്നില്ലേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭീകരതയിൽ നിന്ന് രക്ഷയാണ് സൂറത്തു ദുഖാൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാലാമത്തേത്, ദാരിദ്ര്യവും സാമ്പത്തിക പരാധീനതയും കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര മനുഷ്യന്മാരാണ് അല്ലേ? എത്ര പേരാ? ദാരിദ്ര്യം, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരു രക്ഷയില്ല. ഒരു അത്യാവശ്യത്തിന് നോക്കിയാൽ കയ്യിലഞ്ചിൻ്റെ പൈസ ഉണ്ടാവില്ല. എപ്പോഴും കടം മേടിച്ച് കൊടുക്കാൻ പറ്റണില്ല, കടക്കെണിയിൽ പെട്ട് കിടക്കുക, ബാങ്കിൽ ലോൺ എടുത്ത് പെട്ടുപോയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലിശയിൽ ചെന്ന് കയറരുതേ. അള്ളാഹു കാവല് തരട്ടെ, അള്ളാഹു കാവല് തരട്ടെ. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിക്കുന്ന സൂറത്ത് നമുക്കറിയാതെ സൂറത്തുൽ വാഖിഅ. എല്ലാ രാത്രിയും സൂറത്തുൽ വാഖിഅ ഓതുന്നൊരു മനുഷ്യനെ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ഇബ്നു മസ്ഊദ് തങ്ങൾ വഫാത്താകുന്ന വേളയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാണ് വരുന്നുണ്ട്. ഇബ്നു മസ്ഊദ് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും ചെയ്തു തരണോ? നിങ്ങൾക്ക് 3 പെൺമക്കളല്ലേ, എൻ്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുമെന്നാണോ നിങ്ങൾ പറയണത്? പൈസ ഒന്നും എനിക്ക് വേണ്ട, എൻ്റെ കുട്ടികൾക്ക് ഞാൻ സൂറത്തുൽ വാഖിഅ ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും പതിവാക്കുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. അതായത് ഉറപ്പാണ്. വാഖിഅ പതിവാക്കുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. പക്ഷെ നമുക്ക് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? അതിനർത്ഥം പണിയെടുക്കണമെന്നൊന്നുമല്ല, അധ്വാനിക്കണം. പൈസ തരുന്ന അള്ളാഹുവാണ്. അധ്വാനിക്കുന്ന എല്ലാവരുടെയും കടം വീടണില്ല. കടം വീടണമെങ്കിൽ അള്ളാഹ് എന്നെ ഉദ്ദേശിക്കണം. മനസ്സിലായോ? അപ്പോൾ സൂറത്തുൽ വാഖിഅ കൊണ്ട് കടം മാറുമെന്ന് മുത്തുനബി തങ്ങൾ തന്നെ പറയണത്. പക്ഷെ ഓതുമ്പോൾ വാഖിഅ അള്ളാഹുവിന് വേണ്ടി ഓതണം. ആ ഓത്തിൻ്റെ കാരണം കൊണ്ട് എൻ്റെ കടം വീടണേ എന്ന് പടച്ചവനോട് ദ്വാരക്കണം. മനസ്സിലായോ? ഓക്കെ, അതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത്, ഖബർ ശിക്ഷ. ഭീകരമായ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലേ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. ഖബറെന്ന് കേട്ടിട്ട് നമ്മൾ ഞെട്ടി എത്ര പേരുണ്ടെന്നേ. ഖബറിൻ്റെ ഭീകരത നമ്മളെ പിടിച്ചിങ്ങനെ എല്ലാവരെയും ഖബറൊന്ന് ഒരു പിടുത്തം ഖബറിനുണ്ടെന്ന് മുത്തുനബി തങ്ങൾ. വാരിയെല്ലുകൾ കോർന്നു പോകുന്ന തരത്തിലൊരു പിടുത്തം. മുൻകറും വനക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം ഭീകരരൂപികളായി വരുന്ന നിമിഷം. ഖബറിലെ ഭീകരത നിറഞ്ഞ അദാബുകൾ. ആ അദാബിൽ നിന്ന് നമ്മെ കൈപിടിക്കുന്നൊരു സൂറത്തിൻ്റെതാണ് സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് ഹൃദ്യസ്ഥമാണെങ്കിൽ അദാബ് വരാൻ നേരത്ത് കൽബ് പറയും തൊട്ടുപോകരുത്. ഇവിടെ സൂറത്തുൽ മുൽക്കുണ്ട്. വായ പറയും തൊട്ടുപോകരുത്. ഇത് സൂറത്തുൽ മുൽക്ക് ഓതിയ നാവാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ ദിനേനെ സൂറത്തുൽ മുൽക്ക് ഓതാത്തൊരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുതേ. പ്രത്യേകിച്ച് റജബാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആറാമത്തേത്, നമുക്ക് എതിരാളികളെ തോൽപ്പിക്കാൻ, അതായത് നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്ന കുറേ ആളുകളുണ്ട് ഇല്ലേ? ശൈത്താന്മാരിലുണ്ട്, മനുഷ്യന്മാരിലുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയത് ജോലിയുടെ മേഖലയാകട്ടെ അല്ലാത്ത മേഖലയാകട്ടെ, നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവരെ പരാജയപ്പെടുത്തുന്നൊരു സൂറത്താണ് സൂറത്തുൽ കൗസർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്തൊന്ന് പതിവാക്കി നോക്ക്. ചെറിയ സൂറത്താണ്. അള്ളാഹുവിന് വേണ്ടി ഓതണം. ഓതുമ്പോൾ നെയ്യച്ചെന്താണ്? അള്ളാഹുവിന് വേണ്ടി ഓതണം. അത് കാരണം കൊണ്ട് പഠിച്ചോനെ ശത്രുക്കളെ ഇല്ലാതാക്കണേ അല്ലാ. എനിക്കെതിരെ വരുന്ന എല്ലാ ശത്രുതയും നീ നീക്കണേ അല്ലാ. ശത്രുത ഇല്ലാതാകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കാണ്. ഇനി ഏഴാമത്തേത്, ഈമാൻ തെറ്റിപ്പോകുന്നതിൽ നിന്ന് കാവൽ തരുന്ന സൂറത്ത്. ഏത് നിമിഷമാണ് ഈമാൻ തെറ്റിപ്പോണെന്ന് പറയാൻ പറ്റുമോ? അല്ലേ? ചില വീഡിയോസ് കൊണ്ട് ഈമാൻ തെറ്റിപ്പോകാറുണ്ട്. അതിൽ ബിദ്അത്തുകാരനാകുന്നതും അതുപോലെ തന്നെ നിരീശ്വരവാദിയാകുന്നതും ഒക്കെ ഉണ്ട്. ഒരു നിമിഷം വേണം നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാനിന് ബലം തരട്ടെ. ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ പതിവാക്കേണ്ട സൂറത്തുണ്ടത് സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. അല്ലേ? സൂറത്തുൽ കാഫിറൂൻ. അത് പതിവാക്കി കഴിഞ്ഞാൽ ഈമാനിന് അല്ലാഹു കാവൽ തരും. ഉറങ്ങാൻ നേരത്ത് കാഫിറൂനും ഓതുക കിടക്കണതിന് മുമ്പ്. ഇല്ലേ?
അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഈമാനിന് പ്രൊട്ടക്ഷൻ തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എട്ടാമത്തത് എന്താണ്? എട്ടാമത്തത് നമ്മുടെ കൽബിലെ കാപട്യമില്ലാതാകാൻ. നിഫാക്ക്. ഇന്നുവരെ നമുക്ക് നിസ്കാരത്തിലൊരു സുഖം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, കൽബിൽ കാപട്യമാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് മനസ്സറിഞ്ഞ് ഹൃദ്യമായി പാരായണം ചെയ്താൽ, കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് മനസ്സറിഞ്ഞോതിയാൽ കൽബിൻ്റെ കറ നീങ്ങാൻ അത് സഹായകരമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒമ്പതാമത്തേത് കണ്ണീർ കൊണ്ട് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ജീവിതം തകർന്നു പോയവർ, ജീവിതം താറുമാറായവർ, കണ്ണീർ കൊണ്ട് പരസ്പരം ബന്ധങ്ങളില്ലാതായി പോയവർ, കുടുംബ ബന്ധത്തിൽ പ്രശ്നം സംഭവിച്ചവർ, മാർഗരോഗത്തിനടിമയായവർ. സൂറത്തുൽ ഫലക്ക് ഡെയിലി ഓതിക്കോ. സൂറത്തുൽ ഫലക്ക് ഈ ബോധ്യത്തിൽ ഓതണം. വെറുതെ ഇതൊക്കെ ഞാൻ ഓതുന്നതാണ് ഉസ്താദേ, ഡയലോഗ് വരും. മക്കളെ നിങ്ങൾ ഓതുന്നതാണ് ശരി, പക്ഷേ ഈ നിയ്യത്തിൽ ഓത്, അള്ളാഹ്ക്ക് വേണ്ടി ഓതിയിട്ട് ഈ സാധനമൊക്കെ അങ്ങ് മാറണമെന്ന് ദ്വാരക്ക്. കണ്ണീറും സിഹറും ഒക്കെ ബാത്തിലാകാൻ സൂറത്തുൽ ഫലക്ക് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കാണ്. ഇനി പത്താമത്തേത് വസ്വാസ്, OCD കൊണ്ട് ഇല്ലേ? OCD കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര പേരാണ്. യാ അല്ലാഹ്, ഒന്നു എടുത്താലും തീരൂല, കുളിച്ചാലും തീരൂല, കഴുകിയാലും തീരൂല. യാ അല്ലാഹ്, ഇത് ശരിക്കും നിങ്ങളീ പറയുന്നത് പിശാചിന് വഴിപ്പെടലാണ്. നിങ്ങളുടെ മനസ്സിൽ ശരിയായിട്ടില്ല, ഞാൻ ഇനിയും വൃത്തിയായിട്ടില്ല എന്നുള്ള തോന്നലാണ്. ആ തോന്നൽ ഇട്ട് തരുന്നത് ശൈത്വാനാണ്. വലഹാൻ എന്ന് പറയുന്ന ശൈത്വാനാണ്. വലഹാൻ. ആ ശൈത്വാൻ ശരിയായിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെയാണ് അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും ആരാധിക്കുന്നത് അള്ളാനെയല്ല, ശൈത്വാനെയാണ്. അവിടെ വെച്ച് നിർത്തണം. OCD മാറ്റിയെടുക്കാൻ ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ നിർത്തുക. 3 എണ്ണം കഴിയുമ്പോൾ 4ാമത് കഴുകാൻ പറയുന്ന സമയത്ത് വേണ്ട, എനിക്ക് ശരിയായിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ട് ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അങ്ങ് ഓതിക്കോ. സൂറത്തുൻ നാസ് വസ്വാസിൽ നിന്ന് രക്ഷയാണ്. മനസ്സിലായോ? അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം, 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാനാരാണ്? 2ാം ഷാഫി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ മദ്ഹബിലെ വലിയ ഇമാമായ മറ്റൊരു ഇമാമുണ്ട്. 2ാം ഷാഫിഈ എന്നാണ് ആ മഹാൻ അറിയപ്പെടുന്നത്. വളരെ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ. ആ ജീവിച്ച കാലം അത്രയും അൽഹംദുലില്ലാ സുഗന്ധം നിറച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. കിതാബ് എഴുതുന്ന വേളയിൽ വിളക്കടഞ്ഞു പോയപ്പോൾ അവിടുത്തെ വിരൽ പോലും വിളക്കായി പ്രകാശിച്ചതായി ചരിത്രത്തിൽ കാണാം. അങ്ങനെയുള്ള മഹാൻ 2ാം ഷാഫിഈ ആരാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. പടച്ചവനെ, നിൻ്റെ ഖുർആൻ ഞങ്ങൾക്ക് മരുന്നാണല്ലോ റബ്ബേ. വേണ്ടവണ്ണം ഉപയോഗിക്കാൻ തൗഫീക്ക് നൽകണയല്ല, ഈമാനിന് ബലം നൽകണയല്ല, നിന്നോടുള്ള പ്രണയം നൽകണയല്ല. എത്രയെത്ര ദുആ വസിയ്യത്തുകളാണ് റബ്ബേ. എല്ലാ വസിയ്യത്തുകൾക്കും നീ പരിഹാരം കൊടുക്കണയല്ല, അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണയല്ല, മനസ്സമാധാനം കൊടുക്കണയല്ല, കുടുംബ പ്രശ്നങ്ങൾ നീക്കണയല്ല, മക്കളെ നന്നാക്കണയല്ല, സ്വാലിഹ്യങ്ങളാക്കണയല്ല, പരീക്ഷണങ്ങളിൽ ഉന്നത വിജയം നൽകണയല്ല. എത്രയെത്ര അസുഖബാധിതരാണ്, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. കടങ്ങൾ ഏറ്റെടുക്കണയല്ല. പ്രവാസികളുണ്ട്, പ്രവാസ ലോകത്ത് പെട്ടുപോയവരുണ്ട്, എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണയല്ല. തൊഴിലിൽ അഭിവൃദ്ധി നൽകണയല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ കൊടുക്കണയല്ല. മക്കളില്ലാത്തവരെ നീ ചേർത്ത് പിടിക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണയല്ല. വീടില്ലാതെ വേദനിക്കുന്നവരുണ്ട്, പടച്ചവനെ ഹൈറായ ഭവനം, ഉത്തമമായ ഭവനം നീ നൽകണേ തമ്പുരാനെ. നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല. ഈ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണയല്ല. പടച്ചവനെ, മരിക്കുന്നതിന് മുൻപ് മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ തൗഫീക്ക് നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറിലാണ്, എല്ലാവർക്കും പുറത്തു കൊടുക്കണയല്ല. അവരെയും ഞങ്ങളെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.